കർത്താവിൻ്റെ തിരുനാൾ നാം ആഘോഷിച്ചിരിക്കുകയാണല്ലോ. കർത്താവിൻ്റെ സമാധാനം, മുക്തിതനായവൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. സ്നേഹമുള്ളവരെ, കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ദാനം ചെയ്ത താൻ പ്രത്യക്ഷപ്പെട്ടവർക്കെല്ലാം അവിടുന്ന് സമാധാനം ആശംസിച്ചുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ശിഷ്യന്മാർക്കൊരു കൽപ്പനയും കൊടുത്തു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്ന സമാധാനം എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊളോസ്സോസ് 3:15 ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. ആകയാൽ കൃതജ്ഞതാ നിർഭരരായിരിക്കുവാൻ പൗലോസ്ലീഹ നമ്മോട് ഉദ്ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏത് വ്യക്തിയിലേക്കും, ഏത് സ്ഥാപനത്തിലേക്കാണെങ്കിലും, ഏത്